നിൻ സ്തുതിയാലെൻ ഹൃദയം കവിയുന്നു. ഉത്തുംഗ ശൃംഗത്തിൻ ഉയരങ്ങളോടു നീലവിഹായസിൻ വിസ്തൃതിയോടു. ഉത്തുംഗ ശൃംഗത്തിൻ ഉയരങ്ങളോടു നീലവിഹായസിൻ വിസ്തൃതിയോടു. ഏതിനോടുപമിക്കും നിൻ ദിവ്യസ്നേഹം? നിനക്കു തുല്യം നീ മാത്രമല്ലോ. നിനക്കു തുല്യം നീ മാത്രമല്ലോ. നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം. നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. അറിവിനാൽ അളക്കുവാൻ അത്യഗാധം അനുഭവിച്ചറിയുമ്പോൾ നിത്യാനന്ദം. അറിവിനാൽ അളക്കുവാൻ അത്യഗാധം അനുഭവിച്ചറിയുമ്പോൾ നിത്യാനന്ദം. ആരാഞ്ഞറിയുവാൻ നിത്യതയും പോരാ. അത്ഭുതമാമാ സ്നേഹം നിന്ദാനം. അത്ഭുതമാമാ സ്നേഹം നിന്ദാനം. ഉത്തുംഗ ശൃംഗത്തിൻ ഉയരങ്ങളോടു നീലവിഹായസിൻ വിസ്തൃതിയോടു. ഉത്തുംഗ ശൃംഗത്തിൻ ഉയരങ്ങളോടു നീലവിഹായസിൻ വിസ്തൃതിയോടു. ഏതിനോടുപമിക്കും നിൻ ദിവ്യസ്നേഹം? നിനക്കു തുല്യം നീ മാത്രമല്ലോ. നിനക്കു തുല്യം നീ മാത്രമല്ലോ. നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം. നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. ഒരു യൂണിവേഴ്സിറ്റി ചാപ്പൽ, അവിടെ ഒരു യുവ ശുശ്രൂഷകൻ കടന്നു വന്ന് ചാർജ് എടുത്തു. ആ ചാപ്പലിൽ ശുശ്രൂഷയിൽ സംബന്ധിച്ചുകൊണ്ടിരുന്ന എല്ലാവരും തന്നെ ഉന്നത വിദ്യാഭ്യാസമുള്ളവരായിരുന്നു. നല്ല ഉയർന്ന റാങ്കിലുള്ളതായ പ്രൊഫസേഴ്സ്, ഉന്നതമായ ഡിഗ്രിക്ക് പഠിക്കുന്നതായ കുട്ടികൾ. അതുകൊണ്ട് ആ യുവ സുവിശേഷകന് താൻ ശുശ്രൂഷിക്കുന്ന ജനത്തെ അഭിസംബോധന ചെയ്യുവാൻ ഉള്ളിൽ ഒരു അപകർഷതാബോധം പോലെയോ, ഇത്രയും വിദ്യാഭ്യാസമുള്ളവരുടെ മുമ്പിൽ എനിക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റും, ഇങ്ങനെയുള്ളതായ ചില ചിന്തകൾ അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നു. ഭാഗ്യവശാൽ ഈ ചിന്ത അദ്ദേഹം ആ ചാപ്പലിലുള്ളതായ സീനിയറായിട്ടുള്ളൊരു ശുശ്രൂഷകനുണ്ടായിരുന്നു, അദ്ദേഹവുമായി ഷെയർ ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഈ യുവ ശുശ്രൂഷകനോട് പറഞ്ഞു, മറ്റൊന്നും നോക്കണ്ട, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ സ്നേഹത്തെയും യേശുക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ ദുരക്തത്താലുള്ള വീണ്ടും ജനത്തെയും കുറിച്ച് സംസാരിച്ചാൽ മതി, യേശുവിനെ മാത്രം പ്രസംഗിച്ചാൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹം വീണ്ടും കൂട്ടിച്ചേർത്തു, ഒരുപക്ഷെ ഈ പ്രൊഫസേഴ്സും കുട്ടികളും ഈ ലോകപ്രകാരം ഒരുപാട് ജ്ഞാനമുള്ളവരായിരിക്കാം, പക്ഷേ സുവിശേഷത്തെക്കുറിച്ച് അവർ അജ്ഞരായിരിക്കാം, ക്രിസ്തുവിനെക്കുറിച്ച് അവർ അജ്ഞരായിരിക്കാം, സുവിശേഷത്തെക്കുറിച്ച് അവർ അജ്ഞരായിരിക്കുക, അറിവില്ലാത്തവരായിരിക്കാം. അതുകൊണ്ട് യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് പുതുമ ഫീൽ ചെയ്യും. പിന്നെ അവരിൽ ആരെങ്കിലും ഒരിക്കൽ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് കൂടുതൽ സന്തോഷം കിട്ടും. അതുകൊണ്ട് യേശുവിനെ മാത്രം പ്രസംഗിക്കാൻ സീനിയറായ സഭാ ശുശ്രൂഷകൻ
ആ യുവ സഭാ ശുശ്രൂഷന് പറഞ്ഞു കൊടുത്തു എന്ന് ഞാൻ വായിക്കാനിടയായി. പ്രിയപ്പെട്ടവരെ, നാം എവിടെ പ്രസംഗിച്ചാലും അത് അക്ഷരാഭ്യാസമുള്ളവരുടെ ഇടയിൽ, വലിയ അധികാരമുള്ളവരുടെ ഇടയിൽ, രാജാക്കന്മാരുടെ മധ്യത്തിൽ, അല്ലെങ്കിൽ ഉന്നതരായ ആളുകളുടെ മധ്യത്തിൽ എവിടെ പ്രസംഗിച്ചാലും നാം ഒരേ ഒരു കാര്യം മാത്രം പ്രസംഗിക്കണം: ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. യേശുക്രിസ്തുവിനെ മാത്രം ഉയർത്തുക, യേശുക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കുക, ക്രൂശിലെ രക്ഷയെ പ്രസിദ്ധമാക്കുക. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തിയെ, ആ വീണ്ടെടുപ്പിൻ്റെ ശക്തിയെ, ആ പാപക്കറകൾ കഴുകിത്തരുന്ന ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തിയെ നാം ഉയർത്തുക. അങ്ങനെയെങ്കിൽ അത് അനേകരെ സ്പർശിക്കും. മറ്റെന്തെല്ലാം പറഞ്ഞാലും, ഒരുപക്ഷെ സദസ്സിനെ ചിരിപ്പിക്കുന്നതായ കാര്യങ്ങൾ പറഞ്ഞാൽ അവർ ചിരിച്ചങ്ങ് പോകും, പക്ഷേ അവരുടെ ഉള്ളിലെ വേദനകളും സങ്കടങ്ങളും അങ്ങനെ നിലനിൽക്കും. പ്രിയപ്പെട്ടവരെ, യേശുവിനെ പ്രസംഗിക്കുക. നാം നാളുകളായി ചിന്തിച്ചു വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ദൈവത്തിന് സകലവും സാധ്യം. അസാധ്യമായത് ഒന്നും ദൈവത്തിനില്ല. എല്ലാം സാധ്യമാണ്. എവറിതിങ് ഈസ് പോസിബിൾ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കൃപയാൽ എല്ലാം സാധ്യമാണ്. ദൈവം നമുക്ക് സാധ്യമാക്കി തരും. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും അസാധ്യമായ കാര്യങ്ങൾ ഇന്നും ചോദ്യചിഹ്നം പോലെ നിങ്ങളെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നാളുകളായി പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥനാ വിഷയം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നും ആ പ്രാർത്ഥനാ വിഷയം, ആ ആവശ്യഭാരം ഒരു ചോദ്യചിഹ്നം പോലെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, ഒരു പ്രതികരണമില്ലാതെ നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് ആ അനുഭവത്തിലോ കടന്നു പോകുന്നവരാരെങ്കിലും ഉണ്ടോ? ഞാൻ നിങ്ങളോടും പറയാം, നിങ്ങൾക്ക് അസാധ്യമായ കാര്യങ്ങൾ ദൈവം സാധിപ്പിച്ച് തരും. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് കർത്താവ് മറുപടി തരും. സ്തോത്രം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നീ പ്രയാസമുള്ള കാര്യമാവെന്ന് ചോദിച്ചത്. ഒരു ശ്രേഷ്ഠനായ പ്രവാചകൻ തൻ്റെ ശിഷ്യനായ മറ്റൊരു ശ്രേഷ്ഠ പ്രവാചകനോട് പറയുന്ന കാര്യമാണ് നീ പ്രയാസമുള്ള കാര്യമാവെന്ന് ചോദിച്ചത്. എന്താണ് ഈ പ്രയാസമുള്ള കാര്യം? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് പ്രാപിക്കുക. കർത്താവിന് സ്തോത്രം. അത് ചുമ്മാ ഒന്ന് പ്രാർത്ഥിച്ചു, ഒന്ന് ആഗ്രഹിച്ചു എന്നുള്ളത് കിട്ടുന്നതല്ല. അതിന് ചില ദൈവിക പ്രമാണങ്ങളുണ്ട്. അതേ പ്രിയരെ, ജീവുള്ള ദൈവത്തിൽ നമുക്ക് ദൈവിക അനുഗ്രഹങ്ങൾ, ആത്മീയ നന്മകൾ, അല്ല ഭൗതികമായ നന്മകൾ നമുക്ക് പ്രാപിക്കാൻ നാം താല്പര്യപ്പെടുന്നെങ്കിൽ ദൈവികമായ ചില പ്രമാണങ്ങളുണ്ട്. ദൈവത്തിന് ചില കാര്യങ്ങൾ നമ്മളോട് അറിയിക്കാനുണ്ട്. നാം അത് അനുസരിക്കുകയും അതിന് കീഴ്പ്പെടുകയും അത് പ്രമാണിക്കുകയും ചെയ്യണം. നാം ചിന്തിച്ചു, ഗിൽഗാൽ, ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെങ്കിൽ ഒന്ന് ഗിൽഗാൽ ഓവർകം ചെയ്യണം. എന്താണ് ഗിൽഗാൽ? റോൾഡ് അവേ ഓൾ മൈ സിൻസ് റോൾഡ് അവേ. നമ്മുടെ പാപങ്ങളും ശാപങ്ങളും ബന്ധനങ്ങളും കഴിഞ്ഞകാല ജീവിതത്തിൽ, അല്ലെ കഴിഞ്ഞ തലമുറകളിലൂടെ നമ്മിലേക്ക് പകർന്നു വന്നതെല്ലാം റോൾഡ് അവേ ചെയ്യണം. നമ്മിൽ നിന്ന് ഉരുണ്ടു പോകുന്ന ഒരു അനുഭവം വേണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവം. 2-ാമത്തെ അനുഭവം എന്താണ്? അത് ബേഥേലാണ്. ബേഥേൽ, അത് ദൈവിക ആരാധന. നമ്മുടെ ജീവിതത്തിൽ ആരാധന തുടങ്ങണം. ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കണം. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതം തുടങ്ങണം. ദൈവവുമായി അടുത്ത ബന്ധം വേണം. അതാണ് 2-ാമത്തെ സ്റ്റെപ്പ്, ബേഥേൽ. 3-ാമത്തിനെ കുറിച്ച് നാം ചിന്തിച്ചു തുടങ്ങി, എറിഹോ. ഏലീശായും ഏലിയാവും പോയതായ ആ വഴികളാണ്. ഗിൽഗാലിൽ പോയി, ഗിൽഗാലിൽ നിന്ന് ബേഥേലിലേക്ക്, ബേഥേലിൽ നിന്ന് എറിഹോവിലേക്ക്. എറിഹോ സൂചിപ്പിക്കുന്നത് യുദ്ധങ്ങളും കോട്ടകളും. അതേ, ആത്മീയ ജീവിതത്തിൽ നാം മുന്നോട്ട് വരുമ്പോൾ നമുക്ക് യുദ്ധങ്ങൾ നേരിടേണ്ടി വരും. ആത്മീയ ജീവിതം തന്നെ ഒരു ബാറ്റിൽ ഫീൽഡ് ആണല്ലോ. ദുഷ്ടനായ പിശാചും ജീവുള്ള ദൈവവും തമ്മിലുള്ള യുദ്ധം, ദുരാത്മാക്കളും ദൈവദൂതന്മാരും ചേർന്ന് നടത്തുന്ന യുദ്ധം. ഈ ദൈവവും മനുഷ്യനും തമ്മിലുള്ള യുദ്ധം നടക്കുന്ന എവിടെയാണ്? ആ യുദ്ധക്കളം ഏതാണ്? മനുഷ്യഹൃദയമാണ്, മനുഷ്യ ജീവിതമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ആരാണ് ജയിക്കേണ്ടത്, തീരുമാനിക്കേണ്ടത് നാമാണ്. ജീവുള്ള ദൈവം നമ്മിൽ ജയം പ്രാപിക്കണമെങ്കിൽ നാം ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം കൊടുത്ത് ദൈവ വഴിയിലൂടെ നടക്കണം. എന്നാൽ ഇതൊന്നും ചെയ്യാതെ ചുമ്മാ നിന്നാൽ മതി. പിശാച് സന്തോഷിച്ചോളും, പിശാച് ജയിച്ചോളും. പ്രിയപ്പെട്ടവരെ, ഈ ബാറ്റിൽ ഫീൽഡ്, യുദ്ധക്കളം, അവിടെ വിജയം നാം വരിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈനംദിനം ഓരോ മണിക്കൂർ പോരാ, ഓരോ മിനിറ്റും, ഇനി ഇടയ്ക്ക് ചില നിമിഷങ്ങളിൽ പോലും പാപത്തിൻ്റെ ശോധനകൾ വരാം, പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ വരാം, പാപത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നതായ ചില സാഹചര്യങ്ങൾ വരാം. ഞാൻ പറയുന്നത് ഒരുപക്ഷെ മദ്യപാനമോ കൊലപാതകമോ വ്യഭിചാരമോ കൊള്ളയോ കവർച്ചയോ അങ്ങനെയുള്ള വലിയ പ്രകടമായ പാപങ്ങളെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്. അത് മാറണം. അതിലേക്കുള്ള ടെൻഡൻസിയും വരാം. അത് ഓവർകം ചെയ്യണം.
പക്ഷേ നമ്മുടെ ആളത്വത്തിൽ നിന്നും പുറപ്പെടുന്നതായ പാപ സ്വഭാവങ്ങൾ, ചില നീരസങ്ങൾ, ചില കയ്പുകൾ, ചില നിരാശകൾ, ചില മുൻവിധികൾ, മുൻധാരണകൾ, കുറ്റം പറച്ചിലുകൾ, ഏഷണി പറച്ചിലുകൾ, വിധിക്കലുകൾ, ഇങ്ങനെ അനേക കാര്യങ്ങൾ, അസൂയ, പിണക്കം, ജാരശങ്ക, ഭിന്നത, ദ്വന്ദ്വപക്ഷം, അസൂയ, ഇങ്ങനെ അനേകം ഹൃദയപാപങ്ങൾ, അതിൽ നിന്ന് ജയം നേടണം. നമ്മൾ ഏതാനും പ്രകടമായ പാപങ്ങൾ ജയം നേടി നല്ലത്, പക്ഷെ അതിൽ തൃപ്തരായിരിക്കാൻ നമുക്ക് വകയില്ല. കാരണം കർത്താവ് പറഞ്ഞു, കോപിക്കുന്നവൻ കൊലപാതകനാകുന്നു. ഒരു സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ അവളെ വ്യഭിചാരം ചെയ്തു പോയി എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രകടമായ പാപമെന്നോ ഹൃദയപാപമെന്നോ ദൈവസന്നിധിയിൽ വ്യത്യാസമില്ല. എല്ലാം പാപമാണ്, അതെല്ലാം ഗൗരവമാണ്, ദൈവത്തിൽ നമ്മെ അകറ്റുന്നതാണ്. എന്നാൽ ഇതിലെല്ലാം ജയം നേടാനാണ് നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത്. എങ്ങനെ ജയം കിട്ടും പ്രിയരെ? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, 5 കാര്യങ്ങൾ ഒരു ദൈവത്തിൽ നിന്ന് ജയം നേടാൻ ദൈവം കൊടുത്തിരിക്കുന്ന 5 ആയുധങ്ങളെന്ന് പറയട്ടെ, 5 ഒളിവിടങ്ങളെന്ന് ഞാൻ പറയട്ടെ. എന്താണത്? 1, യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. യേശുവിൻ്റെ നാമത്താൽ പൈശാചികൻ്റെ കോട്ടകൾ തകരും. 2, യേശുക്രിസ്തു കാൽവരി ചൊരിഞ്ഞ തിരുരക്തമാണ്. പ്രഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കാൽവരി ചൊരിഞ്ഞ തിരുരക്തത്തിൽ ആശ്രയിക്കുക. 3 എന്താണ്? യേശുക്രിസ്തുവിൻ്റെ വചനം, ഈ വചനത്തിൽ ആശ്രയിക്കുക. 4 എന്താണ്? കാൽവരി ക്രൂശിൽ യേശുക്രിസ്തു നേടിത്തന്ന വിജയം, ആ വിജയത്തിൽ ആശ്രയിക്കുക. 5 എന്താണ്? എല്ലാം പ്രധാനപ്പെട്ടതാണ്, അത് ഓരോന്നോരോന്നെ പറയുന്നേ ഉള്ളൂ. 5 എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഇതെല്ലാം നമുക്ക് ദൈവം തന്നിരിക്കുകയാണ്. ഇതിൽ നാം ആശ്രയിക്കണം, ഇതെടുത്ത് നാം ഉപയോഗിക്കണം. യേശുവിൻ്റെ നാമം പറയേണ്ടത് യേശുവിൻ്റെ നാമം പറയണം. യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കേണ്ടത് നാം യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കണം. യേശുവിൻ്റെ വചനത്തിൽ നിന്നുകൊണ്ട് പിശാചിനെ വെട്ടണമെങ്കിൽ ആ വാളെടുത്ത് വെട്ടണം. യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിലെ ജയത്തിൽ നാം ആശ്രയിച്ച് ജയം കൊള്ളണം. 5, പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത കൃപയിൽ നാം ആശ്രയിക്കണം. ജയം ഉറപ്പാണ് പ്രിയരെ. നാം ഇനിയും പരാജയപ്പെട്ട് കിടക്കാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ജയശാലികളാകണം. അതാണ് യെരിഹോവിൻ്റെ അനുഭവം. ഗിൽഗാൽ കഴിഞ്ഞു ബേഥേൽ, ബേഥേൽ കഴിഞ്ഞു യെരിഹോ. യെരിഹോ ബാറ്റിൽ ഫീൽഡാണ്, അവിടെ വിജയം കിട്ടി. ദൈവജനം മുന്നോട്ട് പോയപ്പോൾ ദൈവം അവർക്ക് വിജയം കൊടുത്തു. എങ്ങനെ? എൻ്റെ പ്രിയപ്പെട്ടവരെ, കൈക്കരുത്തുകൊണ്ടല്ല വിജയം കിട്ടുന്നത്, സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനാലും ആരാധനയാലും. യെരിഹോ കോട്ട ഇസ്രായേൽ ജനം തകർത്തത് അനുസരണത്താലും പരിശുദ്ധാത്മാവിൻ്റെ ആരാധനയിലാണ്. അനുസരണവും ആരാധനയും രണ്ടും ഒന്നുപോലെ പോകുന്നതാണ്, വിജയത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നു അത് അനുസരിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ദൈവമക്കൾ നമുക്ക് ഉപദേശങ്ങൾ തന്നോ അത് നാം കീഴ്പ്പെട്ട് അനുസരിക്കണം. അത് അടിമത്വമല്ല പ്രിയരെ, അത് സ്വാതന്ത്ര്യമാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കണം. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ കൃപ അങ്ങനെ ആശ്രയിച്ച് നാം മുന്നോട്ട് പോയാൽ നമുക്ക് വിജയം ഉറപ്പാണ്. പരാജയപ്പെട്ടെടുത്ത് വിജയം ദൈവം ഉറപ്പാക്കി തരും. മാന്യ സഹോദര, നീ 1-2 രൂപ വിലയുള്ള സിഗരറ്റിന് അടിമയായി ജീവിക്കുകയല്ലേ? എത്ര നാളുകളായി നിർത്താൻ ആഗ്രഹിക്കുന്നു? നിൻ്റെ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചാൽ അങ്ങനെ സാധ്യമല്ല. ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ ആശ്രയിച്ച് നോക്ക്, വിജയം കിട്ടും. ഇങ്ങനെ ഓരോ പാപങ്ങൾ, പ്രകടമായതും രഹസ്യമായതും ഹൃദയപാപങ്ങളും മേൽ നിന്നും നമുക്ക് വിജയം കിട്ടണമെങ്കിൽ നാം ഈ 5 കാര്യങ്ങളിൽ ആശ്രയിച്ചും അടിയുറച്ചും മുന്നോട്ട് പോകണം. അങ്ങനെ യെരിഹോ ജയിക്കണം, ഗിൽഗാൽ ജയിക്കണം, ബേഥേൽ ജയിക്കണം, യെരിഹോ ജയിക്കണം. എങ്കിലേ പരിശുദ്ധാത്മാവ് ലഭിക്കൂ. ചുമ്മാ ചോദിച്ചാൽ കിട്ടുന്നതല്ല. അതേ അന്ത്യകാലത്ത് ഞാൻ സകലതരത്തിലും എൻ്റെ ആത്മാവിന് പകരും, അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. പക്ഷെ അത് കോസ്റ്റ്ലിയാണ്. അതേ ദൈവം വീണ്ടും പറഞ്ഞു, പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരുകയില്ലെന്ന്. സ്തോത്രം. പഴയ തുണിക്കണ്ടത്തിൽ പുതിയത് വെച്ച് തുന്നുകയില്ലെന്ന്. ചീന്തൽ വലുതാകും. നമ്മുടെ ഈ മൺപാത്രം, പഴയ സ്വഭാവം, പഴയ ആളത്വം, പഴയ പ്രകൃതം എല്ലാം മാറി നമുക്ക് ക്രിസ്തുവിൽ പുതിയ മക്കളായിത്തീരാം, പുതിയ സൃഷ്ടികളായിത്തീരാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധീകരണം പ്രാപിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഏതാണോ നമ്മെ പരാജയപ്പെടുത്തുന്നത് അതിന് നാം അടിമകളാണ്. അതുകൊണ്ട് ആ അടിമത്തം കണ്ടെത്തി ക്രിസ്തു കാൽവറിയിൽ നേടിത്തന്ന സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ, യേശു ക്രിസ്തു തൻ്റെ രക്തം ചൊരിഞ്ഞതിലൂടെ നമുക്ക് നേടിത്തന്ന വിജയം അനുഭവിപ്പാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നതായ വിജയം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് മുന്നേറുവാൻ അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. മറക്കല്ലേ, ഗിൽഗാൽ, ബേഥേൽ, യെരിഹോ ഇനിയുമുണ്ട്. കർത്താവിന് സ്തോത്രം. അങ്ങനെ ഓരോ കടമ്പകൾ കടക്കുമ്പോൾ പ്രയാസമുള്ള കാര്യങ്ങൾ നമുക്ക് സാധ്യമാക്കി ദൈവം തീർക്കും.
അതിന് കർത്താവ് ഇടയാക്കട്ടെ. കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആത്മീയമായി ഭൗതികമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളാലും കർത്താവ് നിങ്ങളെ അലങ്കരിക്കട്ടെ, നിറയ്ക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളോ ഏതെങ്കിലും ആത്മീയ സംശയങ്ങളോ ഞങ്ങളുമായി എന്തെങ്കിലും ഷെയർ ചെയ്യാനോ ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങളുമായി സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പക്ഷേ പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രി എക്കാലത്തും പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരും യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ആ യേശുവുമായിട്ടുള്ള റിലേഷൻ സ്ഥാപിച്ച് നിങ്ങൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്ന യേശു ഉണ്ടെന്ന് നിങ്ങൾ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ച് ആ സ്നേഹബന്ധം ദൃഢമാക്കി ക്രിസ്തുവിൽ വളരുക. കർത്താവ് നിങ്ങളെ നിറവടിയായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.